സിമിലർ ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ ചേച്ചി പറഞ്ഞപ്പോൾ ഞാൻ ഷെയർ ചെയ്യാണ്. എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഞാൻ 11th പഠിക്കുന്ന സമയത്ത് ഇത് ഭവൻസ് ഫെസ്റ്റാണ്. ഞാൻ ഭവൻസിലാണ് പഠിച്ചത്, തൃശ്ശൂർ ഭവൻസിലാണ് പഠിച്ചത്. അപ്പോൾ ഭവൻസ് ഫെസ്റ്റിന് ഇതുമാതിരി ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷന് എല്ലാവരും ഭയങ്കര സംഗതികളുള്ള പാട്ടാണ് പാടുന്നത് കേട്ടോ. അപ്പോൾ ഞാനെന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ടീച്ചറെ പോയി കണ്ട് പഠിച്ചെടുക്കാനുള്ള ടൈം കിട്ടിയില്ല. അതാണ് സത്യാവസ്ഥ. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായിട്ട് അവസാനം ഞാൻ ജയചന്ദ്രൻ സാറ് എം ജയേന്ദ്രൻ സാറ് കമ്പോസ് ചെയ്ത് ചിത്ര ചേച്ചി പാടിയ ഒരു പാട്ട്, ഞാനത് ഒരു ഗുരുവായൂരപ്പ ഭക്തിഗാനമാണ് കേട്ടോ, നോൺ ഫിലിം പാട്ടാണ്, നല്ലൊരു പാട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ ഇത് തന്നെ പാടാൻ വിചാരിച്ചു. പേടിച്ച് വരച്ച് പോയത്. പക്ഷെ ഞാനത് പാടി ഫസ്റ്റ് ഞാൻ അനൗൺസ് ചെയ്തപ്പോൾ എനിക്കും വിശ്വസിക്കാൻ പറ്റില്ലേ, എൻ്റെ പേര് തന്നെയാണ്. ശരിക്കും അത് ആ പാട്ടിൻ്റെ ബ്യൂട്ടിയാണ് കേട്ടോ. ചേച്ചി മിക്കവാറും അത് കേട്ടിട്ടുണ്ടാവും. ഞാൻ ആൽബത്തിൻ്റെ പേര് സത്യം പറയാൻ ഞാൻ ഓർക്കുന്നില്ല. 4 lines ഞാൻ പാടട്ടെ, പറഞ്ഞു വന്നപ്പോൾ പാടാനൊരു ആഗ്രഹം. തീർച്ചയായിട്ടും പാടൂ. ഗംഭീരമായിട്ടുണ്ട്. എനിക്കത് പാടുമ്പോൾ പലപ്പോഴും എനിക്ക് എൻ്റെ ശബ്ദമൊക്കെ വിറയ്ക്കും. ഇത് സ്റ്റഡി ആയിട്ട് ആകെ എനിക്ക് ആ കോമ്പറ്റീഷന് മാത്രം ഞാൻ പാടിയിട്ടുണ്ട്. ചില ലിറിക്സ് തന്നെയാണെങ്കിൽ പോലും നമുക്ക് ഭയങ്കര പേഴ്സണൽ അറ്റാച്ച്മെന്റ് പോലും നമുക്കാണ് എന്നെയാണ് എനിക്കിഷ്ടം, നമ്മളെയാണ് നല്ല ഫീൽ ചെയ്യുന്നത്. ഭയങ്കര ഇത് ചോലൂർ കൃഷ്ണൻകുട്ടി സാറിന്റെ ലിറിക്സ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആണ് ലിറിക്സ്. ആർക്കും ഒരു കടിച്ചാൽ പൊട്ടാത്ത സാഹിത്യമില്ല, ഒന്നുമില്ല. എന്തായാലും ഇപ്പൊ ചേച്ചി പറഞ്ഞു നേരത്തെ പാട്ടും ഈ പറഞ്ഞ മാതിരി വരികൾ വളരെ മനോഹരമായിട്ടുള്ള വരികളാണ്. അപ്പം കവാലം നാരായണൻ പണിക്കർ സാർ ഇതുമാതിരി അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാടൻ ഫോക്ക്
ടച്ചുള്ള പാട്ടുകളാണ് കൂടുതലും. മുക്കുറ്റി, തിരുതാളി അങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ. ഇഷ്ടം പോലെ നല്ല നല്ല പാട്ടുകൾ, മലയാള തനിമയുള്ള പാട്ടുകൾ. ഈ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ എനിക്ക് ഇളയരാജ സാറ് മ്യൂസിക് ചെയ്ത ഒരു പാട്ടുണ്ട്, ആലോലം എന്ന് പറഞ്ഞ സിനിമയിലെ. ഒരു വീണേനെ കുഞ്ഞായിട്ട് സങ്കല്പിച്ചിട്ട് ഒരു ലേഡി പാടുന്നതായിട്ടാണ് അത്. അതിൻ്റെ വരികൾ അതിമനോഹരമാണ്. അപ്പം എനിക്കത് ആ പാട്ട് പാടാം. ഓ യെസ് പ്ലീസ്. മിണ്ടാതെ അനങ്ങാതെ ഇല്ലേ, കുഞ്ഞുങ്ങളെ നോക്കി അമ്മമാർ ഇരിക്കുന്ന പോലത്തെ ആ ഒരു ഫീലല്ലേ. ഞാൻ പാടിയ പോലെയൊന്നും അല്ല കേട്ടോ, ഇത് ഞാനൊക്കെ പാടിയെടുത്ത് കേൾക്കണം. ചേച്ചി പാടിയത് ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ.